anything before you, Gautam Dravid? ഗൗതം ദ്രാവിഡ് ഒരു സംശയം ചോദിച്ചോട്ടെ. അച്ഛൻ വലിയ ക്രിക്കറ്റ് ആരാധകനാണ്. രണ്ട് ക്രിക്കറ്റ് പ്ലേയേഴ്സിന്റെ പേരാണ് ഗൗതം ഗംഭീറിന്റെ ഗൗതവും രാഹുൽ ദ്രാവിഡിന്റെ ദ്രാവിഡും കൂടെ ചേർത്ത് ഗൗതം ദ്രാവിഡ് പേരിട്ടേക്ക്. അച്ഛന് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോഴും ദ്രാവിഡ് അച്ഛനെ പണ്ടേ അറിയായിരുന്നു, ഒരു ഇഷ്ടമുള്ള പേരായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഗൗതം പറഞ്ഞിട്ട് ദ്രാവിഡ്ന്ന് അച്ഛനെ ഇട്ടാണ്. ആണ്. അപ്പം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മോനും ആ പേര് കിട്ടിയിരിക്കുന്നത്. എവിടുന്നാ വരുന്നേ? നോർത്ത് പറവൂര്. നോർത്ത് പറവൂർ. ഞങ്ങൾ എന്ന് പറയുമ്പോ വേറെ ആയിരിക്കേണ്ട അച്ഛനമ്മ വന്നിട്ടുണ്ടോ? ഞാനും അച്ഛൻ, അച്ഛന്റെ കൂട്ടുകാരൻ. അച്ഛന്റെ കൂട്ടുകാരനും. ഓക്കെ. ഫ്ലൂട്ട് എത്ര വർഷമായിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ ട്രെയിൻഡ് ആണോ? എങ്ങനെയാ ഫ്ലൂട്ട്? 3ാം ക്ലാസ് തൊട്ടാണ്. 3ാം ക്ലാസ് തൊട്ട് പഠിക്കുകയാണ്. ഇപ്പൊ ഏത് ക്ലാസ്സിലാ? ഇപ്പൊ 7ലോട്ടായി. 7ലോട്ടായി. ഓക്കെ. ആദ്യമായിട്ടാണോ പെർഫോം ചെയ്യുന്നേ ഇവിടെ ഇങ്ങനെ സ്റ്റേജില്? ആണോ? അതിന്റെ ഒരു പേടിയുണ്ടോ മോന്? അത് ഇതിന്റേതായിട്ടുള്ള. എന്തിന്? ഞങ്ങൾക്ക് ഇതിന്റെ ABCD അറിയത്തില്ല. അതാണ് നിന്റെ ഏറ്റവും വലിയ വിജയം. ഈ എപ്പിസോഡ് ആദ്യം മോൻ കാണണമായിരുന്നു. ഫ്ലൂട്ടുമായിട്ട് ഞാനൊരു അയ്യോ, പ്ലേ ആണ്. അതാണ് ഈ മോഹം. മനസ്സിലായില്ല? അത് കണ്ടു കൊച്ചത് കണ്ട് പേടിച്ചു. അതിൽ നിന്നുള്ള വിഷമാണല്ലേ നിന്റെ മുഖത്ത്. നമുക്ക് ഗൗതമിന്റെ ഗംഭീര ഒരു പെർഫോമൻസ് ഇപ്പൊ കാണണം. അത് പകരടാ. ആ ഗോപികുമാരെന്തിയെ വായിച്ചു തുടങ്ങിക്കോ, അവര് വരും. ആണോ? എന്നാ നമുക്ക് ഗൗതമിന്റെ പെർഫോമൻസ് കണ്ടാലോ? ഓക്കെ, ഒരു നല്ല കൈഡിയോടെ നമുക്ക് ഗൗതമിന്റെ പെർഫോമൻസ് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. ആദ്യം തന്നെ രാധമാരോട് ഗോപികുമാരോട് ഞാൻ പറയട്ടെ, താങ്ക് യു സോ മച്ച്. ഗംഭീരമായിട്ട് നിങ്ങൾ ഗൗതമിനെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു സോ മച്ച്. അല്ലേ, നന്നായിട്ടല്ലേ ഇവന്നെ ചെയ്തത്? നല്ല രസം. നമ്മുടെ സ്വന്തം ടീമാട്ടോ, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ പിള്ളേർ തന്നെയാണ് ഇവർ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. യെസ്. അപ്പൊ ഗൗതം ഗംഭീരമായിട്ട് തന്നെ ഈ രണ്ട് ഫ്ലൂട്ടിന് വ്യത്യാസം എന്നാ? ആദ്യം ചോദിക്കട്ടെ, എനിക്ക് മനസ്സിലാവാത്തോണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയായിരുന്നോ? ചോദിക്കായിരിക്കായിരുന്നു. അതെ, എന്താ? രണ്ട് സ്കെയിലാ. ആ, അതാണല്ലേ, രണ്ട് സ്കെയിലാണോ? ഓ, പക്രചേട്ടാ നാവിഷിക്കയുടെ കൂടെ ഇരിക്കുന്ന എന്റെ. യെസ്. അപ്പൊ എന്തായാലും ഗൗതം, എല്ലാവർക്കും വളരെയധികം ഗൗതമിന്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം തന്നെ അങ്ങോട്ടേക്ക് നോക്കുമ്പോണ്ടല്ലോ ചിരിച്ചിങ്ങനെ പറയാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, തെസ്നിത. യെസ്, പറഞ്ഞു. അതല്ല, എന്താ വെച്ചാൽ ഞാൻ ശരിക്കും അത്ഭുതത്തോടെ നോക്കിയിരിക്കായിരുന്നു. 3 വയസ്സിലാ, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ തുടങ്ങിയത്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങുകയാണെങ്കിൽ ഇത്രയും ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള വലിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്ന വലിയ ആൾക്കാരൊക്കെ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ആദ്യം എനിക്ക് സംശയമായിരുന്നു, റെക്കോർഡായിരിക്കും വിചാരിച്ചു. ആദ്യം ശ്രദ്ധിക്കാം,
പിന്നെയാണ് അയ്യോ ഈ കുട്ടി തന്നെയാണല്ലോ ഇത് വായിക്കുന്നതെന്ന് തോന്നി. ഭയങ്കര അസലായിട്ടുണ്ട്. എന്തായാലും മോൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണ് അല്ലേ? ഇത് ഒരു അനുഗ്രഹമായി മാറട്ടെ. ഒരുപാട് വേദികൾ കിട്ടട്ടെ. അത്രക്കും നന്നായിട്ടുണ്ട് മോനെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ പക്രു ചേട്ടാ. ഗംഭീരായി. താങ്ക് യു. കാരണം മോനിപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഈ ലെവലിൽ ഇത് പ്ലേ ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് ഈ ഒരു ഫ്ലൂട്ട് എന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ മേഖലയിൽ മോൻ ഒരു സകലകലാ വല്ലഭനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ്റെ പേര് സുജിത് കുമാർ. അത് ക്രിക്കറ്റ് അല്ല, സാധാരണ ഒരു കുമാർ മാത്രം. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ഫ്ലൂട്ടിസ്റ്റാണ്. ഇപ്പൊ നമുക്ക് റൂട്ട് കിട്ടി. ജനിച്ച് വീണപ്പോ നിനക്ക് കളിക്കാൻ നിന്ന് ഐറ്റ് ചെയ്തായിരുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ്. ഭഗവാൻ കൃഷ്ണൻ ജനിച്ച ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി, ഈ ഒരു ദിവസം ഈ ഒരു ഉപകരണമായിട്ട് മോനി വേദിയിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ഒരു ദൈവസിദ്ധിയുള്ള, ദൈവാനുഗ്രഹമുള്ള ഒരു കുഞ്ഞാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഞാൻ ഒരു കാര്യങ്ങൾ ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ ഈ ഒരു പീസ് വായിച്ചോണ്ടാണ് പ്രേമത്തിൽ ഇതുപോലെ ഫ്ലൂട്ടിന്റെ ഒരു പോർഷൻ ഉണ്ട്. ഫ്ലൂട്ടിൽ മനസ്സിലായോ പ്രേമം? ഒന്ന് വായിച്ചേപ്പിച്ചു. വേണ്ട അല്ല, കയ്യിൽ ഉപകരണം ഉണ്ടല്ലോ. വേണ്ട വേണ്ട ഒന്നും വേണ്ട. ശരി രാജേട്ടാ, എല്ലാം വായിച്ചാൽ ഞാൻ രാജേട്ടിലേക്ക് തരുവാണ് ഈ വേദി. ഗൗതം അതിമനോഹരമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ചിലരെ ദൈവം തൊട്ടനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുട്ടിയാണ് മോൻ. അപ്പോൾ ഇതിനകത്തൊരു വലിയ വളർച്ചയുണ്ട്. മുമ്പോട്ടുള്ള വാതായനങ്ങൾ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. ഇന്ത്യയിലെന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലൂട്ടിസ്റ്റായിട്ട് വളരാനുള്ള വഴി മുമ്പിലുണ്ട്. കാര്യം അതിനുള്ള ടാലൻറ്റും ഉണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ ദൈവാധീനവും ഉണ്ട്. അങ്ങനെ തന്നെ വരട്ടെ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ. ഓക്കെ, സൂപ്പർ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോകുന്നതിന് മുമ്പ് ഗൗതമിന്റെ ഇന്ന് ഒരു ചെറിയൊരു പീസും കൂടെ നമുക്ക് കേൾപ്പിക്കാവോ? ശരി. ദൈവമേ, ടച്ച് വുഡ്. ഗംഭീരമായിരുന്നു. അപ്പൊ എന്തായാലും മാസ്റ്റേഴ്സ്, ഈ സൂപ്പർ സ്റ്റാറിന് ഞങ്ങൾ എത്ര സ്റ്റാർസ് ആണ് നൽകുന്നത്? കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിൽ അസാധ്യ കഴിവുകൾക്ക് കൊടുക്കുന്ന ഒരു റേറ്റിംഗ് ഉണ്ട്. അതെ, 5 സ്റ്റാർ തന്നെ നമ്മൾ കൊടുക്കുന്നു. സൂപ്പർ. അതായത് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാറാണ് 5 സ്റ്റാർ എന്ന് പറയുന്നത്. അതാണ് ഗൗതമിന് നേടിയിരിക്കുന്നത്. ഓക്കെ, തരട്ടെ ഞങ്ങള്. ഇതിൽ ആരെ വിളിക്കണത് തരാൻ വേണ്ടി? ആരെ വിളിക്കണ്ടേ? രാജു ചേട്ടനുണ്ട്, പക്രു ചേട്ടനുണ്ട്, തെസ്നി ചേച്ചിയുണ്ട്. ആരെ വിളിക്കണം? കൺഫ്യൂഷൻ ആയോ? ഒരു കാര്യം ചെയ്യാം, രാജു ചേട്ടൻ വന്നോ? യെസ്. കുട്ടിക്ക് അറിയാം ആർക്കാണ് കൃഷ്ണന്റെ ലുക്ക് എന്ന്. മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ നമ്മുടെ താരവിളയാട്ടത്തിന് ലഭിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് ആണ് ഈ 5 സ്റ്റാർ എന്നുള്ളത്. അത് ലഭിച്ചിരിക്കുന്ന ഗൗതം ദ്രാവിഡ്. സന്തോഷായില്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? DD സഭ കരിമ്പാടം. DD സഭ കരിമ്പാടം എന്ന് പറയുന്ന സ്കൂളിലാണ്. അവിടെ കൂട്ടുകാരോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയണം, ടീച്ചേഴ്സിനോടും അന്വേഷണം പറയണം കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് രാജേട്ടാ ഇത് ഗൗതമിന് നൽകാം. കോമഡി മാസ്റ്റേഴ്സിന്റെ 5 സ്റ്റാർ ആർട്ടിസ്റ്റ് ആയിട്ട് അറിയപ്പെടുത്തേ. തീർന്നിട്ടില്ല. ഇതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന അടിപൊളി സമ്മാനം.